ഹായ് ഫ്രണ്ട്സ്, PSC ഫാക്ട് ഫയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് ഈ ചാനലിനെ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ സംശയങ്ങൾ 9947714696 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. അവയ്ക്ക് തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ആദ്യമായി നടപ്പിലാക്കിയത് പഴയ USSRൽ ജോസഫ് സ്റ്റാലിനാണ്. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ആദ്യമായി നടപ്പിലാക്കിയ രാജ്യമാണ് USSR അഥവാ സോവിയറ്റ് യൂണിയൻ. ഇന്ത്യ പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം കടം കൊണ്ടതും USSRൽ നിന്നാണ്. ഇന്ത്യ പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം കടം കൊണ്ടതും USSRൽ നിന്ന് ആണ്. പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷൻ. പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷൻ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനമായിരുന്നു ന്യൂഡൽഹിയിലുള്ള യോജന ഭവൻ. ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനമായിരുന്നു ന്യൂഡൽഹിയിലുള്ള യോജന ഭവൻ. പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. NITI എന്നതിൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളത്. നീതി അഥവാ NITI എന്നതിൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളത്. നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2015 ജനുവരി 1. നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2015 ജനുവരി 1. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. NITI എന്നതിൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളത്. നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2015 ജനുവരി 1. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമായിരുന്നു 1951 മുതൽ 1956 വരെ. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമായിരുന്നു 1951 ടു 1956 വരെ. 1951 ഏപ്രിൽ 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതും KN രാജാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതും KN രാജാണ്. 1951 ഏപ്രിൽ 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതും KN രാജാണ്. ഹറോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഹറോൾഡ് ഡോമർ മോഡൽ എന്നാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ മേഖലകളാണ് കൃഷി, ജലസേചനം, വൈദ്യുതീകരണം എന്നിവ. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ മേഖലകളാണ് കൃഷി, ജലസേചനം, വൈദ്യുതീകരണം എന്നിവ. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി തന്നെ ആയിരുന്നു. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി. കാർഷിക പദ്ധതി എന്നും ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നുണ്ട്. കാർഷിക പദ്ധതി എന്നും ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നുണ്ട്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച പ്രധാനപ്പെട്ട പദ്ധതികളാണ് ഫക്രാനങ്കൽ ഡാം, ഹിരാക്കുഡ് ഡാം, ദാമോദർ വാലി പദ്ധതി, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ UGC, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവ. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച പ്രധാനപ്പെട്ട പദ്ധതികളാണ് ഫക്രാനങ്കൽ ഡാം, ഹിരാക്കുഡ് ഡാം, ദാമോദർ വാലി പദ്ധതി, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ UGC, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമായിരുന്നു 1956 മുതൽ 1961 വരെയുള്ള കാലഘട്ടം. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമായിരുന്നു 1956 ടു 1961. വ്യവസായവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. വ്യവസായവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക പദ്ധതി എന്നും രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നു. വ്യാവസായിക പദ്ധതി എന്നും രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നു.
മഹൽനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. മഹൽനോബിസ് മോഡൽ എന്നാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നിവയായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നിവയൊക്കെയായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദുർഗാപൂർ, ഭിലായ്, റൂർക്കല എന്നീ ഇരുമ്പുരുക്ക് ശാലകൾ സ്ഥാപിക്കപ്പെട്ടത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല എന്നീ ഇരുമ്പുരുക്ക് ശാലകൾ സ്ഥാപിക്കപ്പെട്ടത്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമായിരുന്നു 1961 ടു 1966. 1961 മുതൽ 1966 വരെയായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കും ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും ഊന്നൽ നൽകിയ പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കും ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും ഊന്നൽ നൽകിയ പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് ആരംഭം കുറിച്ച പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് ആരംഭം കുറിച്ച പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. പഞ്ചവത്സര പദ്ധതികൾ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ് 1966 മുതൽ 1969 വരെയുള്ള കാലഘട്ടം. ഈ ഒരു കാലഘട്ടം പ്ലാൻ ഹോളിഡേ എന്നാണ് അറിയപ്പെടുന്നത്. പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്ന കാലഘട്ടം 1966 ടു 1969. 1966 മുതൽ 1969 വരെയുള്ള കാലഘട്ടത്തിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് പകരം 3 വാർഷിക പദ്ധതികളാണ് നിലവിലുണ്ടായിരുന്നത്. പഞ്ചവത്സര പദ്ധതികൾക്ക് പകരം 3 വാർഷിക പദ്ധതികളായിരുന്നു 1966 മുതൽ 1969 വരെയുള്ള കാലഘട്ടങ്ങളുണ്ടായിരുന്നത്. പ്ലാൻ ഹോളിഡേ എന്നാണ് ഈ കാലഘട്ടം അറിയപ്പെടുന്നത്. നാലാം പഞ്ചവത്സര പദ്ധതി 1969 ടു 1974 വരെയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം, ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം എന്നിവയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം, ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം എന്നിവയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പക്ഷേ 1971 ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും നാലാം പഞ്ചവത്സര പദ്ധതി പരാജയപ്പെടാൻ കാരണമായി. ഉദ്ദേശിച്ച വളർച്ചയൊന്നും നേടാതെ നാലാം പഞ്ചവത്സര പദ്ധതി പരാജയപ്പെടാൻ കാരണമായ 2 കാരണങ്ങളാണ് 1971 ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 1979 വരെയുള്ള കാലഘട്ടമാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ മുദ്രാവാക്യമായ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു അഞ്ചാം പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ദിരാഗാന്ധി 1975 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ദിരാഗാന്ധി 1975 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കാർഷികോൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചതും അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കാർഷികോൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചതും അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1978 മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെൻറ് പദ്ധതി തീരാൻ 1 വർഷം കൂടി ബാക്കിയുള്ളപ്പോൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിച്ചു. 1978 മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെൻറ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി തീരാൻ 1 വർഷം കൂടി ബാക്കിയുള്ളപ്പോൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിച്ചു. 1978 ടു 1980 വരെയുള്ള കാലഘട്ടങ്ങളിലും പഞ്ചവത്സര പദ്ധതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കാലഘട്ടത്തിലെ പ്ലാനായിരുന്നു റോളിംഗ് പ്ലാൻ എന്ന് അറിയപ്പെടുന്നത്. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെൻറ് 1978 ടു 1980 കാലഘട്ടത്തിലാണ് റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത്. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെൻറ് 1978 ടു 1980 കാലഘട്ടത്തിലാണ് റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത്. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണ്ണാർ മിർഡാൽ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ഗുണ്ണാർ മിർഡാൽ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രചനയാണ് ഏഷ്യൻ ഡ്രാമ. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഗുണ്ണാർ മിർഡാൽ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രചനയാണ് ഏഷ്യൻ ഡ്രാമ. സാമൂഹ്യ നീതിയോടൊപ്പം വളർച്ച എന്നതിന് പകരം സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നതാണ് റോളിംഗ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യ നീതിയോടൊപ്പം ഉള്ള വളർച്ച എന്നതിന് പകരം
സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നുള്ളതാണ് റോളിംഗ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആറാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 1985 വരെയുള്ള കാലഘട്ടമാണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതുമായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഒന്നായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വേറൊരു ലക്ഷ്യമായിരുന്നു കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതുമായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഗ്രാമത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമാക്കിയുള്ള ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയ പദ്ധതി ആരംഭിച്ചത് ആറാം പദ്ധതി കാലത്താണ്. ഗ്രാമത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമാക്കിയുള്ള ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയ പദ്ധതി ആരംഭിച്ചത് ആറാം പദ്ധതി കാലഘട്ടത്തിലാണ്. ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമായിരുന്നു 1985 ടു 1990. 1985 ടു 1990 ആയിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, ഭക്ഷ്യധാന ഉൽപ്പാദന വർധന, ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത, സാമൂഹിക നീതി എന്നിവയായിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യങ്ങൾ. ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, ഭക്ഷ്യധാന്യ ഉൽപ്പാദന വർധന, ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത, സാമൂഹിക നീതി എന്നിവയായിരുന്നു. വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പദ്ധതി കാലഘട്ടമാണ് ഏഴാം പദ്ധതി കാലഘട്ടം. വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പദ്ധതി കാലഘട്ടമാണ് ഏഴാം പദ്ധതി കാലഘട്ടം. വാർത്താവിനിമയ രംഗത്തെ പുരോഗതിക്ക് നേതൃത്വം കൊടുത്തത് പ്രധാനമന്ത്രിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്ന സാം പിത്രോഡയാണ്. വാർത്താവിനിമയ രംഗത്തെ പുരോഗതിക്ക് നേതൃത്വം കൊടുത്തത് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവായിരുന്ന സാം പിത്രോഡയാണ്. 1990 മുതൽ 1992 വരെയുള്ള കാലഘട്ടങ്ങളിലും പഞ്ചവത്സര പദ്ധതികൾ ഉൾപ്പെടുന്നില്ല. ഈ 2 വർഷങ്ങളും വാർഷിക പദ്ധതികളായിരുന്നു അരങ്ങേറിയിരുന്നത്. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1992 ടു 1997 ആണ്. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1992 ടു 1997. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആയിരുന്നു. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആയിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം എന്നിവയായിരുന്നു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയായിരുന്നു? പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം എന്നിവയൊക്കെയായിരുന്നു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. എട്ടാം പഞ്ചവത്സര പദ്ധതിയിലെ മറ്റൊരു മുഖ്യ ലക്ഷ്യമായിരുന്നു വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം. വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം ലക്ഷ്യമാക്കിയ ഒരു പഞ്ചവത്സര പദ്ധതിയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി. നരസിംഹറാവു ഗവൺമെൻറ് പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതും എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. മൻമോഹൻ മോഡൽ എന്നാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. മൻമോഹൻ മോഡൽ എന്നാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായതും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നതും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നതും എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. മൻമോഹൻ മോഡൽ എന്നാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായതും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നതും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നതും എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമായിരുന്നു 1997 ടു 2002. ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1997 ടു 2002. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷിക ദിനത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷിക ദിനത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പദ്ധതിയായിരുന്നു ഒമ്പതാം പഞ്ചവത്സര പദ്ധതി. സ്ത്രീ ശാക്തീകരണം ഒരു ലക്ഷ്യമായി കൊണ്ടാടിയ പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി. കുടുംബശ്രീ ആരംഭിച്ചത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കേരളത്തിൽ കുടുംബശ്രീ ആരംഭിച്ചത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ദരിദ്രർക്ക് ഭവന നിർമ്മാണ സഹായം, ഗ്രാമങ്ങളെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കൽ, കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കൽ, ശുദ്ധജല വിതരണം, പ്രാഥമിക ആരോഗ്യ സൗകര്യം വർദ്ധിപ്പിക്കൽ എന്നീ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയതിനാൽ ജനകീയ പദ്ധതി എന്നും ഒമ്പതാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നു. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി. ഇങ്ങനെ അറിയപ്പെടാനുള്ള കാരണമാണ് ദരിദ്രർക്ക് ഭവന നിർമ്മാണ സഹായം, ഗ്രാമങ്ങളെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കൽ,
കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കൽ, ശുദ്ധജല വിതരണം, പ്രാഥമിക ആരോഗ്യ സൗകര്യം വർദ്ധിപ്പിക്കൽ എന്നീ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയ പദ്ധതിയായതിനാലാണ് ജനകീയ പദ്ധതി എന്ന് 9ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമായിരുന്നു 2002 to 2007. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമായിരുന്നു 2002 to 2007. വിദേശ മൂലധന നിക്ഷേപം ഉയർത്തുക, സാക്ഷരത വർദ്ധിപ്പിക്കുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കുക എന്നിവ 10ാം പദ്ധതിയിലെ ലക്ഷ്യങ്ങളായിരുന്നു. വിദേശ മൂലധന നിക്ഷേപം ഉയർത്തുക, സാക്ഷരത വർദ്ധിപ്പിക്കുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കുക എന്നിവയൊക്കെ 10ാം പദ്ധതിയിലെ ലക്ഷ്യങ്ങളായിരുന്നു. കേരള വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് 10ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. കേരള വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടതും 10ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമാണ് 2007 to 2012. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2007 to 2012. മുഖ്യ ലക്ഷ്യം ഇൻക്ലൂസീവ് ഗ്രോത്ത് ആയിരുന്നു. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നാൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനം, അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച. 11ാം പദ്ധതിയിലെ പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച അഥവാ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ദാരിദ്ര്യം 10% കുറയ്ക്കുക, 7 കോടി പുതിയ തൊഴിലവസരങ്ങൾ, ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറയ്ക്കുക, മാതൃമരണ നിരക്ക് കുറയ്ക്കുക, ആഭ്യന്തര ഉൽപ്പാദന വളർച്ചാ നിരക്ക് വർദ്ധിപ്പിക്കുക എന്നിവയൊക്കെ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ മെയിൻ ലക്ഷ്യങ്ങളായിരുന്നു ദാരിദ്ര്യം 10% കുറയ്ക്കുക, 7 കോടി പുതിയ തൊഴിലവസരങ്ങൾ, ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറയ്ക്കുക, മാതൃമരണ നിരക്ക് കുറയ്ക്കുക, ആഭ്യന്തര ഉൽപ്പാദന വളർച്ചാ നിരക്ക് വർദ്ധിപ്പിക്കുക എന്നിവയൊക്കെയായിരുന്നു. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് വനമേഖലയിൽ 5% വർധനവുണ്ടായി. ഇന്ത്യയിൽ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ വനമേഖലയിൽ 5% വർധനവുണ്ടായി. പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ ശരാശരി സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ചത് 11ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ ശരാശരി സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ചത് 11ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമാണ് 2012 to 2017. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമായിരുന്നു 2012 to 2017. സുസ്ഥിര വികസനം, ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നിവയൊക്കെയായിരുന്നു 12ാം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. സുസ്ഥിര വികസനം, ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നിവയൊക്കെയായിരുന്നു 12ാം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. 2017 12ാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ചതിന് ശേഷം പുതിയ പദ്ധതിയൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്ലാനിംഗ് ബോർഡ് പിരിച്ചുവിട്ട് പുതിയ നീതി ആയോഗൊക്കെ രൂപപ്പെട്ടതിന് ശേഷം പുതിയ പഞ്ചവത്സര പദ്ധതികളൊന്നും ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് ഈ ചാനൽ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കുക. ഏവർക്കും PSC ഫാക്ട് ഫയൽ ടീമിൻ്റെ വിജയാശംസകൾ.